ഒരാഴ്ചയിൽ കൂടുതൽ ഞാൻ വിദേശത്തും അതുപോലെ തന്നെ 2 ദിവസം തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നുണ്ട്, ചെന്നൈയിലൊക്കെ ആയിരുന്നുണ്ട്. ഇവിടുത്തെ സംഭവവികാസങ്ങൾ നമ്മുടെ കേരളത്തിലത് അതാത് ദിവസം എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനത് നിർത്തി എന്നാണ് ഓരോരുത്തരും വിചാരിച്ചേക്കുന്നത്. ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഇനി വീണ്ടും ഇന്ന് തുടങ്ങുകയാണ്. അപ്പം ഞാൻ വിദേശത്തായിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് ന്യൂസ് എല്ലാം ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടെ ഈ ചൈനയിൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചൈന യാത്രയെക്കുറിച്ച് ഞാൻ ഇനി എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഉടനടി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ സംഭവിച്ചേക്കുന്ന കാര്യം, ചെന്നൈയിലായിരുന്നപ്പോഴാണ് എനിക്ക് ആ ന്യൂസ് ഞാൻ കാണുന്നത്. അതായത് നമ്മുടെ സഖാവ് പിണറായി വിജയൻ്റെ വീടുകളിലും അതേപോലെ തന്നെ റിയാസിൻ്റെ വീടിലും അതേപോലെ പല അവരുടെ സ്ഥാപനങ്ങളിലും CMRLൻ്റെ സ്ഥാപനങ്ങളിലുമൊക്കെ ആയിട്ട് 12 സ്ഥലത്ത് ഒരേ സമയത്ത് ED റെയ്ഡ് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ EDയുടെ റെയ്ഡ് വരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ CMRL ഒരു കാര്യം ചെയ്തിരുന്നു. അവർ തന്നെത്താൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഒരു കേസ് കൊടുത്ത് സ്റ്റേ വാങ്ങിച്ചു. ആ സ്റ്റേ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പാണ് കേരള ഹൈക്കോടതി ആ ഹർജി അങ്ങ് തള്ളി. അപ്പോൾ സ്റ്റേ ഇല്ലാതായി. സ്റ്റേ ഇല്ലാതായതുകൊണ്ടാണ് വിജിലൻസിന് അവർക്ക് EDക്ക് റെയ്ഡ് നടത്താൻ പറ്റിയത്. അപ്പോൾ ED അതിൻ്റെ റെയ്ഡിന് വന്നു. ED ഉദ്യോഗസ്ഥർ റെയ്ഡിന് വന്ന് അവർ റെയ്ഡ് നടത്തി. അവരാരെയും ഉപദ്രവിച്ചൊന്നുമില്ല. അവർ റെയ്ഡ് നടത്തുന്നത് വളരെ സമാധാനപരമായിട്ടാണ് അവർ റെയ്ഡ് നടത്താറുള്ളത്. അതെല്ലായിടത്തും അവർ നടത്തും. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയും നടത്താറുണ്ട്. അതില്ലാതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു മെഷീനറിയെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ പിണറായി വിജയനെതിരെ എന്തോതിനായി ഇത് ഉപയോഗിക്കുന്നേ? രാഷ്ട്രീയ പകപോക്കലോ? അയാളിപ്പോ ഒന്നുമല്ല കേരളത്തില്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നുണ്ട്. അത് ഏതായാലും അങ്ങനെ ഇരുന്നാലേ അതിന്റെ പാരഫെർണയിലൊക്കെ പലതും കിട്ടാനുള്ളതെല്ലാം കിട്ടുള്ളൂ. അതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതല്ലാതെ എന്താ ഉള്ളത്? ആ പാർട്ടിയെ നശിപ്പിച്ചു, എല്ലാം റെഡിയായി, നാറാണക്കല്ലാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് വലിയ വാചകങ്ങൾ ഇതുവരെ മിണ്ടാതിരുന്നതാണ്. പാർട്ടി കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, പല കമ്മിറ്റികളിലും നിശ്ചിതമായ വിമർശനമാണ് പിണറായി വിജയനും അതുപോലെ MV ഗോവിന്ദനും എതിരെ ഉണ്ടായിട്ടുള്ളത്. അവര് നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറണം എന്ന് അണികളെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല, ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് മുഴുവൻ ആവശ്യപ്പെട്ടേക്കുന്നത്. ഇതെല്ലാം അങ്ങ് പോയപ്പോ ഇപ്പോ പിണറായി വിജയന് വീണ് കിട്ടിയ ഒരായുധമാണ് ഈ EDയുടെ റെയ്ഡ്. അപ്പൊ ഈ അണികളെ എങ്ങനെ കൊണ്ടു നടക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ഇത്. കാരണം ഇതിനകത്ത് ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയ, ഈ അണികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ED റെയ്ഡ് നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അല്ല, CPM-നെതിരെയുള്ള റെയ്ഡ് അല്ല അവിടെ നടക്കുന്നത്. വീണ തൈക്കണ്ടിയിൽ വീണയ്ക്കെതിരെ ഉള്ള ആരോപണങ്ങളിലുള്ള റെയ്ഡാണ്. ആരോപണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. എക്സ്ട്രാ ലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ച് അതിന്റെ പേരിൽ ഒരു സഹായവും ചെയ്യാതെ കൊടുക്കാതെ, ഒരു സേവനവും ചെയ്തു കൊടുക്കാതെ നേരെ ഈ CMRLൽ നിന്ന് പണം പറ്റിക്കൊണ്ടിരുന്നു. 2 ലക്ഷം രൂപ കമ്പനിക്ക്, 3 ലക്ഷം രൂപ വീണയ്ക്ക്, അങ്ങനെ 5 ലക്ഷം രൂപ മാസം തോറും ഇങ്ങനെ മാസപ്പടി വാങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്കാർക്കും എന്താ ഈ CMRL കൊണ്ടൊന്നും പൈസ ഇങ്ങനെ തരാത്തതിന്റെ കാരണം അന്ന് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് പൈസ കിട്ടിയത്. ആ പണവും കിട്ടി, അതുമൊക്കെ വാങ്ങിച്ച് റെഡിയാക്കിക്കൊണ്ടിരുന്നു. വീണ പണം വാങ്ങിച്ച് പുട്ടടിച്ചതിന് മാർക്സിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തിട്ടാണ്? CPM. ഇത് CPM-ന്റെ എതിരെ ഉള്ള ഇടപാടാണെന്ന് വരുത്തി തീർക്കാൻ വളരെ ബോധപൂർവമായ ഒരു ശ്രമം അങ്ങ് നടത്തിയത് വേറെ ആരുമല്ല, നമ്മുടെ MA ബേബിയും അതുപോലെ MV ഗോവിന്ദനും അതുപോലെ സ്വരാജും ഒക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത്. മുഖ്യമന്ത്രി മോശമല്ല, മുഖ്യമന്ത്രിയുടെ മൊഴി എടുത്തവര്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി ദേഹോത്തരവും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി അണികളോടൊരു പ്രഖ്യാപനം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അവിടെ ആള് കൂടി എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു നിസ്സഹകരണം ഈ കാര്യത്തിലുണ്ടായി. അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അതായത് ED ഉദ്യോഗസ്ഥന്മാർ വരുന്നു, ഇതുപോലെ ആളവിടെ കൂടുകയാണ്. ആള് കൂടുന്നൊന്നും പോലീസിന് അറിയാൻ വയ്യാത്തൊന്നും അല്ലല്ലോ.
ആ ആള് കൂടിയ CPM പ്രവർത്തകരുടെ ഇടയിൽ ഒരു മനുഷ്യനോട് ഉണ്ടായിരുന്നു. പണ്ട് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തി ഇല്ല വലിയ നീളമുള്ള വടി കൊണ്ട് ഈ ഇവരെ ഉപദ്രവിച്ചില്ലേ, AD തോമസിനെയും മറ്റേ അയാളുടെ കൂട്ടുകാരനെയും ഒക്കെ ഉപദ്രവിച്ചില്ലേ, അടിച്ചില്ലേ റോഡിലിട്ട്, അയാളും ഉണ്ടായിരുന്നു അവിടെ നിൽപ്പുണ്ട്. അത് മാധ്യമങ്ങളൊക്കെ അയാളുടെ പടവും കാണിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാളൊക്കെ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതാണ് അങ്ങനെയുള്ള ആളും അതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവിടെ എന്നിട്ട് എന്താ, ഈ കാറുകൾ 2 അങ്ങ് തല്ലിപ്പൊളിച്ചു, കാലിൽ കൊണ്ട് ഇടിച്ചു, ഉപദ്രവിച്ചു. 3 or 4 കാറുകളാണ്, വാഹനങ്ങളാണ് നശിപ്പിച്ച്. അതിൽ 2 വളരെ മോശമായ രീതിയിൽ നശിപ്പിച്ചു. അതിന്റെ ചില്ല് മൊത്തം അടിച്ച് പൊട്ടിച്ച് ഇടിച്ച് അതിലെ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരു ED ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. അതുണ്ട് ഇവരെ. എന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് അവർ ഇടിക്കുകയും അടിക്കുകയും ചെയ്തു. അവരന്വേഷണം നടത്താൻ വരുന്നതാണ്, അത് അവരുടെ ജോലിയാണ്. അവർ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ ഇതോടെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ഒഫൻസാണ്. ഇപ്പൊ ഏതാണ്ട് കുറെ എണ്ണം പിടിയിലായിട്ടുണ്ട്, ഏതാണ്ട് 7-8 എണ്ണം. അതിന്റെ കാര്യമൊക്കെ ഏതാണ്ട് തീരുമാനമാകും. കാരണം കുറേ നാൾ ഇനി കിടന്നേ പറ്റൂ അകത്ത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത് ഇറങ്ങുമ്പോൾ ആലോചിക്കണം, എന്തിനാ ഇറങ്ങുന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇത് ശ്രീ പിണറായി വിജയൻ, അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ ഉള്ള ഒരു നടപടിയല്ല. പിണറായി വിജയൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ വീണ തൈക്കണ്ടി പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അവർ സമാനം പറയണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തിട്ടാണ്? പാർട്ടി പണം വാങ്ങി എന്നുള്ള കേസില്ല. അപ്പോ ഇതിന്റെ അന്വേഷണമാണ് നടത്തിയേക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ഉള്ള ഇടപാട് നടത്തി എന്നുള്ളതാണ്. അതിനാദ്യം ഇവര് കേസൊക്കെ കൊടുത്തു, നടന്നില്ല. ബാംഗ്ലൂർ കോടതിയിലൊക്കെ ഇത് അന്വേഷണം തടയാനൊക്കെ ശ്രമിച്ചു. പതുക്കെ അതെല്ലാം വിഡ്രോ ചെയ്തുകൊണ്ടങ്ങ് പോയി. പിന്നെ ഡൽഹിയിൽ കൊണ്ടുവന്ന് CMRL ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്ത് അവിടെ നടപടി സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേരള ഹൈക്കോടതിയിൽ CMRL കേസ് കൊടുത്തു. ഇതാണ് CMRL കൊണ്ടാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ഇത് KSIDCക്ക് ഇത് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതിലെ ഉദ്യോഗസ്ഥരുടെ ഡയറക്ടർമാരുണ്ടല്ലോ, ആ ഡയറക്ടർമാര് ഇവിടുത്തെ ഇത് KSIDCയിലെ ജോലി കഴിഞ്ഞ് റിട്ടയർ ചെയ്തപ്പോ CMRL ഡയറക്ടർമാരാ. ഇപ്പോ ഇത്രയും വലിയ അഴിമതി കേരളം കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഈ നടന്നേക്കുന്നത്. ഈ കർത്തായുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. കാരണം ഇത് സ്വർണത്തെക്കാൾ വിലയാണ് ഈ കരിമണലിന്. അപ്പൊ ഈ കരിമണൽ കർത്ത ഇഷ്ടംപോലെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അയാള് കേസ് കൊടുത്താണ് മുഖ്യമന്ത്രിയുടെ പഴയ മുഖ്യമന്ത്രിയുടെ മോളെ രക്ഷപ്പെടുത്തുന്നത്. ഓർക്കാതെ അങ്ങ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു പോകും കേട്ടോ. അത് പഴയ മുഖ്യമന്ത്രി, അതിനി പിണറായി വിജയൻ എന്നേ പറയുന്നുള്ളൂ. പിണറായി വിജയന്റെ മകളെ രക്ഷപ്പെടുത്താൻ CMRL ആവശ്യം. അതാ കാര്യം. CMRL കേസ് കൊടുത്ത് സ്റ്റേ വാങ്ങിച്ചേക്കുന്നത് ഈ അന്വേഷണം നടത്താതിരിക്കാനാണ്. ഇതാണ് നിങ്ങളുടെ ശക്തി എന്നൊക്കെ നിങ്ങൾ വിളിച്ചു പോകുമല്ലോ. നിങ്ങളുടെ ഈ ശക്തി കണ്ടാണ് ജനങ്ങൾ നിങ്ങളെ മൂലക്കിരുത്തിയത്. ഈ ശക്തി ഉണ്ടല്ലോ, ഓടി ഇറങ്ങി ആളിന് നടക്കാൻ വയ്യ, ആ പരിവാക്കും. കാരണം തിരുവിത്വം ഇനി അങ്ങോട്ട് തുടങ്ങും. ആകെപ്പാടെ 35 എണ്ണം എങ്ങനെയോ ജയിച്ച് കയറിയിട്ടുണ്ട്. അതും വളരെ കഷ്ടപ്പെട്ട് കരഞ്ഞു കയറിയതാണ്. അപ്പൊ ഇത് അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ കാണാൻ പോകുന്ന മാമാങ്കം, റോഡില് തെരുവില് ഈ അണികളെ വലിച്ചിറക്കും. SFI കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടിറക്കും, DYFI ആളുകളെ ഇങ്ങോട്ടിറക്കും. അപ്പൊ ഇതൊക്കെ അടികൊള്ളാനായി. യവന്മാരെന്തിനാ ഈ അടികൊള്ളാൻ നടക്കുന്നത് എനിക്കറിഞ്ഞൂടാ. കാരണം ഈ വീണ കാശ് വാങ്ങിച്ചതിന്, അവര് വാങ്ങിച്ച് തിന്നതിന് യവന്മാരെ അടികൊള്ളേണ്ട കാര്യം എന്തുവാ? അതൊന്ന് ചിന്തിക്കണ്ടേ തൽക്കാലം. അത് ഈ അണിയെന്നുള്ളതെന്ന് പറയുന്നവന്റെ തലയിൽ എന്തെങ്കിലും വേണ്ടേ? അതില്ലാത്തതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾ തന്നെ ഇതിനടികൊള്ളുന്നത്. പണ്ട് ബിനീഷിന് എതിരെ അന്വേഷണം ഇവിടെ വന്നപ്പോ അന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്തുവാ, ഒരു അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണമാണ്, അതിങ്ങനെ നടക്കട്ടെ. അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയോ അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന്? വീണ പണം വാങ്ങിയെന്നൊക്കെ വീണ തന്നെ സമ്മതിച്ചു. ഒരു ജോലിയും ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ പണം വാങ്ങിച്ച മുഖ്യമന്ത്രിയുടെ മോളെന്നുള്ള നിലയ്ക്ക് വാങ്ങിയതാണെന്നുള്ളത് വെളിവായി. തീർന്നു, അഴിമതിയാണ് അത്. അപ്പൊ അതിന് നടപടി നേരിടണം, അല്ലാതെ വേറൊന്നും അല്ല വേണ്ടത്. അത് നോക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഏതായാലും ശരി, കാര്യങ്ങൾ ഇപ്പൊ അന്വേഷണം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇനി അവരുടെ കാറും തല്ലി പൊളിച്ചു വലിയ ശല്യം ഉണ്ടാക്കി, അതിന് ഉള്ള നടപടി എന്തായാലും ഉണ്ടാവും. ഈ തല്ലിപ്പൊളിക്കാൻ പോയവന്മാരൊക്കെ അകത്താവുകയും ചെയ്യും. ഇതൊന്നും പാർട്ടിക്കെതിരെയുള്ള ഒരു നടപടിയല്ല.
ഇത് വീണയ്ക്കെതിരെ ഉണ്ടായ ആരോപണത്തിന്മേലുള്ള അന്വേഷണമാണ്. ഏതായാലും മനുഷ്യരിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ പോലീസ് അറിഞ്ഞില്ല കേട്ടില്ലെന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്, അത് കൊടുക്കേണ്ടതാണ്. ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ പോലീസിന് ബാധ്യതയില്ലേ? ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി നിന്നുള്ള ഉത്തരവൊന്നും ആവശ്യമില്ല. കാരണം ഇവിടെ വല്ലവരെയും കാറ് തല്ലി പൊളിക്കാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനും ശ്രമിച്ചാൽ അത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതിനെ പോലീസ് നോക്കണം. യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുന്നു.